നിയമസഭാ ബജറ്റ് സമ്മേളനം 25-ന് ആരംഭിക്കാൻ മന്ത്രിസഭാ ശുപാർശ. ഫെബ്രുവരി 2-ന് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനും ആലോചന. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാകും സമ്മേളനം തുടങ്ങുന്നത്. വിവരങ്ങളുമായി MK വിനോദ് ചേരുകയാണ്. വിനോദ്, ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണോ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നതിന് മറ്റ് വിശദാംശങ്ങൾ കൂടി? തീർച്ചയായും KP സുരേഷ, നമുക്കറിയാം നിയമസഭാ സമ്മേളന തീയതികളൊക്കെ തന്നെ മന്ത്രിസഭയാണ് അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുത്ത് ഗവർണർക്ക് ശുപാർശ നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ശുപാർശ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഉണ്ടായത്. ഈ മാസം 25-ന് ബജറ്റ് സമ്മേളനം ആരംഭിക്കാം എന്നുള്ള ഒരു ശുപാർശ ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നു. ഈ തീരുമാനം, മന്ത്രിസഭയുടെ ഈ തീരുമാനം, പ്രത്യേകിച്ച് ഈ ശുപാർശ രാജ്ഭവന് കൈമാറി കഴിഞ്ഞാൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാകും ബജറ്റ് സമ്മേളനം ആരംഭിക്കുക. അതാണ് നടപടിക്രമം. ഗവർണർ തന്നെ പറഞ്ഞിട്ടുണ്ട്, താൻ തന്റെ കടമകൾ നിർവഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ചും പിണറായി സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള വലിയ എതിർപ്പുകൾ നിലനിൽക്കുന്നു. അവർ പൊതുവേദികളിൽ പോലും പരസ്പരം എതിർത്ത് സംസാരിക്കുന്നു. അതേപോലെ തന്നെ ഒരേ വേദിയിലെത്തിയാൽ പോലും മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത തരത്തിലുള്ള അകൽച്ച ഇരുവരും ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 2 പുതിയ മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രിയും ഗവർണറും എങ്ങനെ പെരുമാറി എന്നുള്ളത്. അവർ മുഖത്തോട് മുഖം പോലും നോക്കിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ താൻ കൃത്യമായി നിർവഹിക്കും എന്ന് ഗവർണർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് 25-ന് നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താൻ വേണ്ടി ക്ഷണിച്ചാൽ അദ്ദേഹം എന്തായാലും അവിടെ വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ സർക്കാർ കൊടുക്കുന്ന പ്രസംഗമാണ് നയപ്രഖ്യാപനത്തിൽ ഗവർണർ വായിക്കേണ്ടത്. അത് പൂർണ്ണമായി വായിക്കുമോ, അദ്ദേഹത്തിന് വായിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കുമോ ഈ സർക്കാർ അത്തരത്തിലൊരു അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും 25-ന് ബജറ്റ് സമ്മേളനം ആരംഭിക്കാം എന്നുള്ളൊരു ശുപാർശ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ 25-ന് ആരംഭിക്കാനാണ് മന്ത്രിസഭ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 2-ന് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനുമുള്ള ഒരു ആലോചന ഉണ്ട്. ഒപ്പം ഈ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാകും സ്വാഭാവികമായും സമ്മേളനം ആരംഭിക്കുക. ഇവിടെയാണ് ഗവർണർ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഗവർണർ ഈ നയപ്രഖ്യാപന സമ്മേളനത്തിലെത്തും, സമ്മേളനത്തിന് തുടക്കം കുറിക്കും. പക്ഷേ ഇപ്പോഴും ഇന്നടക്കം പൊന്നാനിയിൽ ഗവർണറുടെ പരിപാടിക്കെത്തിയ ഗവർണർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം എന്നല്ല, കരിങ്കൊടി ധാർഷ്ട്യം, അത്തരത്തിലുള്ളൊരു പ്രതിഷേധവും ധാർഷ്ട്യവും തന്നെയാണ് SFIയുടെ ഭാഗത്തിനും ഉണ്ടായിരിക്കുന്നത്, DYFIയുടെ ഭാഗത്തിനും ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് എന്നുള്ള വിമർശനം ആവർത്തിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗം ഈ ഒരു തരത്തിലായിരിക്കും. മന്ത്രിസഭയുടെ തീരുമാനങ്ങളും നിലപാടുകളും ആണ് ഈ നയപ്രഖ്യാപനത്തിനുണ്ടാവുക. അതിൽ ചിലപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ അടക്കമുള്ള വിമർശനങ്ങളടക്കം ഉണ്ടാകാറുണ്ട്. ഇത് ഗവർണർ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്നതാണ് വരും ദിവസങ്ങളിൽ ഇനി ശ്രദ്ധേയമാകുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഏറെ ആകാംക്ഷയോടെ കാണുന്ന ഒരു കാര്യം അത് തന്നെയായിരിക്കും അല്ലേ വിനോദ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം സർക്കാരിന്റെ നയമാണ്, സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപനമാണ് നടത്തുന്നത്. അതുകൊണ്ട് സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ നടത്താൻ പോകുന്നു എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട ഇതിൽ അദ്ദേഹത്തിന്റെ ഈ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകും. അതുകൂടാതെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ ഈ പിണറായി സർക്കാർ എതിർക്കുന്ന ഭാഗങ്ങളും ആ പ്രസംഗത്തിലുണ്ടാകും. പക്ഷെ ഇതിനു മുമ്പും ഇത്തരം പ്രസംഗങ്ങളൊക്കെ തന്നെ വിവാദമായിട്ടുണ്ട്. ആ ഭാഗങ്ങൾ വേണമെങ്കിൽ ഗവർണർക്ക് വായിക്കാതെ പോകാം, ആ ഭാഗങ്ങൾ ഒഴിവാക്കാം. അത്തരം കാര്യങ്ങളൊക്കെ ഒരു നയപ്രഖ്യാപനത്തിലുള്ള പ്രസംഗം കൊടുത്തു കഴിഞ്ഞാൽ ഏതെല്ലാം ഭാഗങ്ങളാണ് അദ്ദേഹത്തിന് എതിർപ്പുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വാർത്തയായി പലപ്പോഴും പുറത്തു വരാറുണ്ട്. എന്നാലും നയപ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള സർക്കാർ നയങ്ങളും അവരുടെ ഇക്കാര്യത്തിലുള്ള അവരുടെ നിലപാടുകളും ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ അവർ ഉൾപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതും ഇനിയും വിവാദമാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്തായാലും ഫെബ്രുവരി 2-ന് ബജറ്റ് അവതരിപ്പിക്കാം എന്നുള്ളൊരു ധാരണയുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഫെബ്രുവരി 1-ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഫെബ്രുവരി 1-ന് കേന്ദ്ര ബജറ്റ് വന്നു കഴിഞ്ഞാൽ 2-ാം തീയതി സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാം എന്നുള്ളൊരു ധാരണയിലേക്ക് പോവുകയാണ്. എന്തായാലും നമുക്കറിയാം ഇനി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. പരമാവധി വോട്ടുകൾ തേടാൻ വേണ്ടി സംസ്ഥാന ബജറ്റിൽ പരമാവധി ആനുകൂല്യങ്ങളെല്ലാം നൽകിക്കൊണ്ട് ജനങ്ങളുടെ വോട്ട് പരമാവധി സമാഹരിക്കാനുള്ള പരമാവധി നീക്കം. വിനോദേ, ഇവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില ഗിമ്മിക്കുകളാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗവർണറെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കം ഒരുപക്ഷേ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന രീതിയിൽ വരും ദിവസങ്ങളിൽ സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ? കാരണം നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട്, സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകൾ
സംസ്ഥാന സർക്കാരിനെ തന്നെ ബാധിക്കും, പ്രതിച്ഛായയെ തന്നെ ബാധിക്കും, തുടർ ഭരണത്തെ പോലും ബാധിക്കും. വരുന്ന തെരഞ്ഞെടുപ്പിനെയും കൃത്യമായ രീതിയിൽ അത് ഏത് തരത്തിലായിരിക്കും നിശ്ചയിക്കുക എന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹം നോക്കിക്കാണുകയുമാണ്. അതുകൊണ്ട് തന്നെ ഒരു നിലപാട് മാറ്റം, ഗവർണർ എന്തു തന്നെയായാലും തൻ്റെ നിലപാടിൽ നിന്നും പിന്നോട്ടില്ല. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ദുർഭരണത്തിനുമെതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഖത്തോട് മുഖം നോക്കാതെ ഇരിക്കുന്ന മുഖ്യമന്ത്രിയും ഗവർണറും ഒരുപക്ഷെ ഈ ഒരു സമീപനം മാറ്റേണ്ടി വരും, മാറ്റാതെ നിർവാഹമില്ല എന്നൊരവസ്ഥയിലേക്ക് സ്വാഭാവികമായി വരും ദിവസങ്ങളിൽ പിണറായി വിജയനും മന്ത്രിസഭയും സർക്കാരും SFIയും DYFയും എത്താനുള്ള ഒരു സാധ്യതയും സാഹചര്യവും മുന്നിലുണ്ടല്ലേ? അങ്ങനെ നമുക്ക് സമ്പൂർണ്ണമായി പറയാൻ കഴിയില്ല. കാരണം നിയമസഭാ സമ്മേളനം നടക്കുന്ന കാലയളവിൽ ഭരണഘടനാപരമായ തന്റെ ഉത്തരവാദിത്വം നിറവേറ്റും എന്ന് ഗവർണർ പറയുമ്പോഴും അദ്ദേഹത്തിന് ശക്തമായ വിയോജിപ്പുള്ള ഇടങ്ങളിലെല്ലാം അദ്ദേഹം കൃത്യമായി തന്റെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. പിണറായി സർക്കാരും അദ്ദേഹത്തെ എതിർക്കാൻ കഴിയുന്ന ഇടങ്ങളിലെല്ലാം എതിർപ്പുമായി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിൽ അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അവിടെ ഹർത്താൽ നടത്തിയത് ഇടതുപക്ഷമാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാജ്ഭവനിലേക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ LDF വലിയ മാർച്ച് തന്നെ സംഘടിപ്പിച്ചു രാജ്ഭവനിലേക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ പൊതുവേദിയിൽ നടത്തുന്നു. SFIയെ കൊണ്ട് വഴിതടയൽ നടത്തുന്നു, DYFയെ കൊണ്ട് സമരം നടത്തിക്കുന്നു, കരിങ്കൊടി പ്രതിഷേധങ്ങൾ നടത്തുന്നു. ഇങ്ങനെയൊക്കെ ഗവർണറെ മോശക്കാരനാക്കി കാണിച്ചുകൊണ്ട് ഗവർണർ തന്നെ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം പുറത്ത് പൊതുജനങ്ങളുടെ ഇടയിൽ നടത്തുകയും പക്ഷേ നയപ്രഖ്യാപനം നടത്താൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു ഇരട്ട മുഖമാണ് സംസ്ഥാന സർക്കാർ കളിക്കുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഗവർണറും കൃത്യമായ നിലയിൽ തന്നെയാണ് ഇവർക്കെതിരെ പോരാട്ടം തുടരുന്നത്. തന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം താൻ നിറവേറ്റും, പക്ഷേ സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ ഒരു കാലത്തും അംഗീകരിക്കില്ല എന്നുള്ള ശക്തമായ നിലപാടുമായിട്ടാണ് ഗവർണർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഗവർണറും സർക്കാരും പിണറായി സർക്കാരും തമ്മിലുള്ള പോരാട്ടം തുടരുന്നതിനിടെ ഈ നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ അതിന് വളരെയധികം വാർത്താ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും നയപ്രഖ്യാപനം നടത്തേണ്ട വ്യക്തി ഇപ്പോഴത്തെ ഗവർണർ കൂടിയാണ് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ ഈ സമ്മേളനത്തിന് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. KP നിയമസഭാ ബജറ്റ് സമ്മേളനം 25-ന് ആരംഭിക്കാൻ മന്ത്രിസഭ ശുപാർശ ചെയ്തിരിക്കുകയാണ്. ഫെബ്രുവരി 2-ന് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനും ആലോചനയുണ്ട്. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാകും സമ്മേളനം ആരംഭിക്കുക. MK വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.